Watch full episodes on Jio Hotstar. കമ്മീഷണർ സാറ് പറഞ്ഞിട്ടുണ്ട് അറ്റാക്ക് ഗാങ്ങിനെ ഞാൻ പിടിച്ചിട്ടില്ലെങ്കിൽ എന്റെ തൊപ്പി തെറിക്കുമെന്ന്. ഈ വേഷത്തിൽ എളുപ്പത്തിൽ ഞാൻ അവന്മാരെ പിടിച്ചു കൊടുത്തിരിക്കും. കള്ളൻ കള്ളൻ ആരെങ്കിലും ഒന്ന് പിടിക്കണേ, കള്ളൻ ആരെങ്കിലും ഒന്ന് പിടിക്കണേ, കള്ളൻ കള്ളൻ. നിക്ക് നിക്ക്, യു ആർ അണ്ടർ അറസ്റ്റ്. നിക്കാൻ. കള്ളൻ കള്ളൻ പിടിക്കേ. ശിവ, വേഗം വന്നേ, മോഷണം വന്നിട്ടുണ്ട്. എന്തരുത് നീ കാണിക്കുന്നേ? വഴിന്ന് അങ്ങോട്ട് മാറി നിൽക്കുക കുട്ടി. കുട്ടിയെന്ന് വിളിക്കരുത് അങ്കിൾ. എന്തരേ? ശിവ, ശിവ എന്നാണ് എന്റെ പേര്. തകർക്കിനടേ. ആരാണ് നീ? പറ, ആരാണ് നീന്ന്? യു ആർ അണ്ടർ അറസ്റ്റ്. എന്റെ പേര് അറ്റാക്കിലാലെന്നാണ് സാറേ. ഈ അറ്റാക്ക് ഗാങ്ങിന്റെ ലീഡറാണ് നമ്മൾ കേട്ടിരിക്കുന്ന. ഭയങ്കര സാധന ഞാൻ. വന്നേ ശിവ, താങ്ക് യു. നീ ഈ അറ്റാക്ക് അങ്ങനെ എനിക്ക് എളുപ്പത്തിൽ പിടിച്ചു തന്നു. ശിവ, നാളെ ഡോങ്കർഘട്ടിലത്തെ ക്വീൻ വേദാസ് നഗരത്തിൽ നിന്നും വീനസ് നഗരത്തിലേക്ക് പോവാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഈ ഗാങ് നാളെ അവരെ കൊള്ളടിക്കാൻ പ്ലാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. വെരി ഗുഡ്, വാട്ട് എ ജോബ്. ഐ എം പ്രൗഡ് ഓഫ് യു ശിവ. ഹലോ ക്വീൻ. ഞാൻ ഇൻസ്പെക്ടർ ലഡ്ഡു സിംഗ്. ഇത് ശിവ, ഇത് അവന്റെ കൂട്ടുകാര്. ശിവയെ നിങ്ങൾ പരിചയപ്പെടണം, കാരണം ശിവയാണ് അറ്റാക്ക് ഗാങ്ങിനെ പിടിച്ചു തന്നത്. അവര് നിങ്ങളുടെ ഡയമണ്ട് മോഷ്ടിക്കാൻ പ്ലാൻ ചെയ്തിരുന്നു. ഓ, വളരെ നന്ദി ശിവ. എപ്പോഴെങ്കിലും ഡോങ്കർഗഡിലേക്ക് വരിക ഒരു ഗസ്റ്റ് ആയിട്ട് എന്റെ വീട്ടിൽ. ഓക്കെ ഓക്കെ, താങ്ക് യു മാം. ലഡു സിംഗ് സാർ, ശിവ വളരെ ചെറിയ കുട്ടിയാണല്ലോ. അവൻ ഒറ്റയ്ക്ക് എങ്ങനെയാ ഗ്യാങ്ങിനെ പിടിച്ചത്? അത് പിന്നെ മാഡം, ഞാനല്ലേ അവന് ട്രെയിനിങ് കൊടുക്കുന്നത്. ഞാൻ അവന് കുംഫു, കരാട്ടെ, കളറി, മാർഷ്യൽ ആർട്സ് എല്ലാം പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടെന്നേ. അവൻ ആളൊരു പുലിയല്ലേ. ഒരു കള്ളൻ മോഷ്ടിക്കാൻ വന്നു കഴിഞ്ഞാൽ ഞാൻ ആദ്യം ശിവേനെ പറഞ്ഞയക്കും. അവനെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ടാണ്. ശിവയ്ക്ക് ഞാൻ പഠിപ്പിച്ചു കൊടുത്തതൊക്കെ അവൻ ശരിക്കും പ്രയോഗിക്കണ്ടോന്ന് അറിയാൻ വേണ്ടിട്ടാണ്. ഓ, ഈ ഇൻസ്പെക്ടർ എന്നാ ഒരു തള്ളുന്ന നോക്കിയേ. എനിക്ക് വരുന്ന ദേഷ്യത്തിന് ഇവന്റെ മോന്തക്കിട്ട് നല്ലൊരു ഇട്ടി കൊടുക്കാനാ തോന്നുന്നത് എനിക്ക്. ഹലോ മാഡം ക്വീൻ. കേട്ടാ, മര്യാദക്ക് ആ കഴുത്തി കിടക്കുന്ന ആഭരണങ്ങളൊക്കെ ഒരുക്കി ട്രെയിനകത്ത് വെച്ച് തരീന്ന്. പ്രത്യേകിച്ച് വിലപിടിപ്പുള്ള ആ ഡയമണ്ട് നെക്ലേസ് ഊരി തരീന്ന്. കൊറേ ദിവസമായിട്ട് ഞാനത് എടുക്കാൻ ഇങ്ങനെ കാത്തിരിക്കുവായിരുന്നില്ലേ. ഞാൻ ഭയങ്കര സാധനാട്ടാ. ലഡു സിംഗ് സാർ, അറ്റാക്ക് ഗ്യാങ്ങിനെ ശിവ പിടിച്ചോന്നല്ലേ പറഞ്ഞത്? പിന്നെ ഇവരെവിടുന്നാ വന്നത്? ഓ, എന്റെ മാഡം ക്വീനെ, ഒക്കെ എന്റെ അഭിനയമല്ലേ. ആ ജയിലിൽ കിടക്കുന്നവൻ എന്റെ ഒരു ഡൂപ്പാട്, അറിയില്ലേ? അന്നേരം ഞാനങ്ങനെ പ്ലാൻ ചെയ്തില്ലായിരുന്നെങ്കിൽ ഇതുപോലെ സെക്യൂരിറ്റി ഇല്ലാത്ത സമയം നോക്കി എനിക്ക് നിങ്ങളെ അറ്റാക്ക് ചെയ്യാൻ പറ്റുമായിരുന്നോ? ഞാൻ ഭയങ്കര സാധനാണെന്ന്. എടോ, താൻ ആരാണോ ഫോൺ ചെയ്യുന്നത്? പറഞ്ഞേ. എന്റെ മമ്മിയെ ഞാനൊന്ന് വിളിക്കാൻ ശ്രമിക്കുകയാണെന്നേ. എന്റെ വിളി വരാത്തോണ്ട് വിഷമിച്ചിരിക്കാവും. ശിവ, ഒന്ന് വേഗം വന്നേ. ശരിക്കുള്ള അറ്റാക്ക് ഗ്രൂപ്പ് ഇപ്പൊ ട്രെയിനകത്ത് വന്നിരിക്കയാണ്. വേഗം വന്നേ. അതൊക്കെ പോട്ട് സാരമില്ല. അവൻ വന്ന് എന്നാ ചെയ്യാൻ പോകുന്ന നീ പറയുന്നത്? അവൻ ഇവിടെ എത്തുമ്പോഴത്തേക്കും ഞങ്ങളൊക്കെ അങ്ങ് ഒരുപാട് ദൂരെ പോയി കാണുമല്ലോ. ഭയങ്കര സാധനമാ ഞാൻ.
ബോസേ, ഒരു ചെറുക്കൻ ട്രെയിനിന്റെ മുകളിലുണ്ട്. അവൻ ആ എഞ്ചിന്റെ ഭാഗത്തേക്ക് ഓടുക. അവൻ പോട്ട് എന്റെ കയ്യിൽ പ്ലാൻ ബി റെഡി ആയിരിക്കല്ലേ. എല്ലാരും വരി, ലാസ്റ്റ് കോച്ചിൽ പോയേ. നിങ്ങൾ ട്രെയിൻ ഓടിച്ചോണ്ടിരുന്നോ? ക്വീൻ അപകടത്തിലാണ്. ഞാൻ പോയി നോക്കിട്ട് വരാം. മര്യാദയ്ക്ക് പറ, റാണി എവിടെയാണ്? സത്യം പറഞ്ഞാ എനിക്കൊന്നും അറിയില്ല. എന്റെ ബോസ് ആ ക്വീനെ വേറെ കോച്ചിലേക്ക് കൊണ്ടുപോയതാ. റാണിനെ അറ്റാക്ക് ഗാങ് ലോസ് കോച്ചിലെ കൊണ്ടുപോയത്. പക്ഷെ ശിവ, ഞങ്ങൾ അവിടെ തന്നെയാ വരുന്നത്. അവിടെ ഒരു ലാസ്റ്റ് കോച്ചും കണ്ടില്ലല്ലോ. എന്ത്? അതെങ്ങനെ സംഭവിക്കാനാ? അവിടെ കോച്ച് കണ്ടില്ലെങ്കിൽ പിന്നെ കോച്ച് എവിടേക്ക് പോവാനാ? ശിവ, വേറെ ഒരു ട്രാക്ക് ഉണ്ട് ഇവിടെ. ഓ, അപ്പൊ ഇതാണ് കാര്യം. റാണിയുള്ള കോച്ച് അറ്റാക്ക് ഗാങ് വേറൊരു ട്രാക്കിലാണ് കൊണ്ടുപോയിരിക്കുന്നത്. ഓ, താങ്ക് യു എന്റെ കൂട്ടുകാരാ. വരൂ പോവാം. ഓ എന്റെ മണ്ടച്ചാരായ ലഡ്ഡു സിംഗ് സാറെ, ഒന്നിങ്ങോട്ട് നോക്ക്. ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ ഈ അറ്റാക്ക് ലാലിന്റെ പ്ലാനിനെ കുറിച്ച് ഒരുത്തനും ഒരു ചുക്കും അറിയൂലെന്ന്. എങ്ങനെയുണ്ട്? കണ്ട, ഈ വിലപിടിപ്പുള്ള ഡയമണ്ട് ഉള്ള നെക്ലേസ് ഇപ്പൊ എന്റെ സ്വന്തമാണെന്നേ. ഞാൻ ഇനി വിദേശത്തോട്ട് പോയി സുഖമായിട്ട് അങ്ങ് ജീവിക്കും. ഓയ് എന്റെ മാഡം ക്വീനെ, ഞാൻ കൊതിച്ചതൊക്കെ എനിക്ക് കിട്ടി കേട്ടാ. ഇനി നിങ്ങള് അയ്യോ അയ്യോ എന്നും പറഞ്ഞ് ഇവിടുന്ന് പോയിക്കോളൂ. അറ്റാക്കിലാൽ റാണി തീർച്ചയായിട്ടും ഇവിടുന്ന് പോകും. പക്ഷെ വെറും കൈയോടല്ല, അവരുടെ ആഭരണങ്ങൾ മുഴുവനും കൈപ്പറ്റിക്കൊണ്ട്. റാണിയുടെ ഡയമണ്ട് മോഷ്ടിച്ചിട്ട് വേദനഗരത്തിന്റെ പേര് നാശാക്കാണല്ലേ? ഈ അറ്റാക്ക് ലാലിന്റെ അടുത്ത് വെറുതെ കളിക്കാൻ വരരുത് കുട്ടി. ഈ അറ്റാക്ക് ലാലിന്റെ പ്ലാനിനെ കുറിച്ച് ഒരുത്തനും ഒരു ചുക്കും അറിയില്ല കേട്ടാ. അല്ലേലും നീ ഇച്ചിരി പോന്ന സുന്ദരനായ ഒരു കുട്ടി അല്ലേടാ. എന്താ ശരിയല്ലേ? അങ്കിൾ, കുട്ടിയെന്ന് മാത്രം വിളിക്കരുത്. ഓ മാഡം ക്വീൻ, ഇതാ നിങ്ങളുടെ ആഭരണങ്ങൾ. വേണ്ട, ആ വിലപിടിപ്പുള്ള വൈരം ശിവയെ കൊണ്ട് തൊടയിപ്പിക്കരുത്. കൊടുക്ക വരട്ടെ. ശിവ, എന്റെ പല്ലളകി. വേണ്ട വേണ്ട, നിർത്ത് ഒരുപാട് തല്ലിയല്ലോ. ഈ അറ്റാക്ക് ലാലിന് നീ പപ്പടം ലാലാക്കല്ലേ. എന്റെ അമ്മോ, നടുവേദന എടുത്തിട്ട് വയ്യേ. ലഡു സിംഗ് സർ, ക്രിമിനൽസിനെ മുഴുവനും ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുന്നു. അറ്റാക്ക് ലാൽ, നിനക്ക് ഹീറോ ആവണമെന്നൊരു ആഗ്രഹം ഉണ്ടല്ലോ. നിന്നെ ഞാൻ കൽക്കരി ഉണ്ടാക്കുന്ന സ്ഥലത്ത് കൊണ്ടുപോയി ഇടും. അവിടെ നീ ഡയമണ്ട്സ് അന്വേഷിച്ചുകൊണ്ട് ഇരുന്നോ. താങ്ക് യു ശിവ. വേദ സിറ്റിയുടെ ശരിക്കുള്ള ഹീറോ നീ മാത്രമാണ്.
Watch India's largest kids library only on Jio Hotstar. Download the app now.